തൃശൂർ ജില്ലയ്ക്ക് കിരീടം നേടിക്കൊടുത്ത ആ സ്കിറ്റ് കോമ്പറ്റീഷനിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ടീമിനൊപ്പമാണ്. ഞാനിവിടെ അല്പം മുൻപ് നമ്മൾ പാട്ടിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ കുട്ടികളുടെ കൂടെ ഡാൻസ് കൂട്ടിയ ചേട്ടനെയും ചേച്ചിയും കണ്ടു. ചേച്ചി അല്ലത് ടീച്ചറാണെന്ന് കുട്ടികൾ പറഞ്ഞു. ടീച്ചറെ കൺഗ്രാറ്റുലേഷൻസ്. ടീച്ചറിന്റെ പേരെന്താ? എന്റെ പേര് ക്ലേലിയ എന്നാണ്. ഈ സ്കൂളിലെ കുട്ടികളുടെ ഒപ്പം ഈ സ്കൂളിലെ കുട്ടികളുടെ ഒപ്പാണ്. ഈ കുട്ടികളിൽ ഒരാളാണ്. അത് തീർച്ചയായിട്ടും നല്ലതാണ്. കുട്ടികളും ടീച്ചറും ഒരേപോലെ തന്നെ. അപ്പൊ ഇവർക്കുള്ള പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? കടുത്ത പരിശീലനം തന്നെയായിരുന്നു. വളരെ നാൾ മുമ്പ് തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു സാറ് വന്നിരുന്നു പരിശീലിപ്പിക്കാൻ. തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ജില്ലയുടെ ടീം അടക്കം എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നിരുന്നു. അപ്പൊ തൃശ്ശൂർ ജില്ല ടീമിനാണ് ഇതിന്റെ വിജയം. അപ്പൊ ഇത്തവണത്തെ കപ്പ് സാംസ്കാരിക തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു എന്താണ് പറയുക, 25 വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂരിലേക്ക് ഒരു കപ്പ് വരുവാണ്. അത് ചില്ലറ കപ്പല്ല, അത് സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണ്ണ കപ്പാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ ഫീൽ? ഒരുപാട് സന്തോഷം നൽകുന്ന, വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഒരുപാട് കാലത്തെ പ്രയത്നത്തിന് കിട്ടിയ ഒരു വലിയൊരു സമ്മാനം. അത് കുട്ടികൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. കുട്ടികളുടെ ഒപ്പം പാരൻസ് ആണെങ്കിലും ഞങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാവരും ആ നാട്ടുകാരും എല്ലാവരും ഒപ്പത്തിനൊപ്പം നിന്ന് ഞങ്ങൾക്ക് നേടിത്തന്നതാണത്. അതിനെല്ലാവരോടും നമ്മളൊരു വലിയൊരു ബിഗ് സല്യൂട്ട് ആൻഡ് ബിഗ്. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരാളൊന്ന് കരയുന്നു. സന്തോഷം കൊണ്ടാണോ? സ്വർണ്ണ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി കുറഞ്ഞു പോകും. ഇമോഷണൽ ആവുന്നു. കഴിഞ്ഞ 26 വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പാണത്. അപ്പൊ അതിന്റെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഞങ്ങൾക്ക്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ 4 ദിവസം മാറി അതായത് തൃശ്ശൂര് കണ്ണൂര് തൃശ്ശൂര് ഇങ്ങനെ മാറി വന്നു. ലാസ്റ്റ് നിമിഷം വളരെ കുറച്ച് സമയം മാത്രമാണ് തൃശ്ശൂർ എന്നത് താഴോട്ട് മാറിയിട്ടുള്ളത്. ഞാൻ ചോദിക്കാവുന്നതല്ല, എപ്പോഴെങ്കിലും അതായത് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നു, 2ാം സ്ഥാനത്തേക്ക് ആയി പോകുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു? ഒട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ടെൻഷനേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ ഫ്രീ ആയിരുന്നു. ഞങ്ങളുടെ കുട്ടികളിൽ ഞങ്ങൾക്ക് അത്രക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവരത് ഈ തൃശ്ശൂരിന്റെ ഈ വിജയം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരും നാട്ടുകാരുടെയാണ്. ഓരോ ആളും ഓരോ തൃശ്ശൂർക്കാരനും ഈ വിജയത്തിൽ അഭിമാനിക്കണം. കാരണം അവരുടെയൊക്കെ സംഭാവനകളും അവരുടെയൊക്കെ പ്രയത്നവും പ്രാർത്ഥന ഇതിന്റെ പിന്നിലുണ്ട്. എല്ലാ തൃശ്ശൂർക്കാർക്കും വേണ്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർപ്പ് വിളിക്കാം. ഒരു ചോദ്യം. സാധാരണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരുമ്പോൾ പല ടീം പല വഴിക്ക് അവർ ഇൻഡിവിജ്വലി വരുന്നവരാണ്. തമ്മിൽ ആർക്കും അറിയുന്നുണ്ടാവില്ല. അങ്ങനെയാണ്. പക്ഷേ ഈ അവസാനം മത്സരം മുറുകി വരുമ്പോ എല്ലാവരും ഉറ്റുനോക്കുന്ന അവനവന്റെ ജില്ലക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്നാണ്. അതിൽ തന്നെ അവസാന മത്സരമാണ് നമുക്കൊരു യൂണിറ്റി ഉണ്ടാക്കി തരുന്നത്, അല്ലേ? അല്ലെങ്കിൽ എല്ലാവരും ഓരോ മത്സരം കഴിയുന്നു, വീട്ടിൽ പോകുന്നു. അങ്ങനെയല്ലേ? സ്പോർട്സ് മത്സരങ്ങൾ പോലെയല്ല. അപ്പോ ഈ കപ്പ് നേടുമ്പോ ഫൈനൽ മത്സരം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു? കാരണം തൃശ്ശൂരിനെ കപ്പ് കൊടുക്കുന്നുള്ള വാശിക്കായിരുന്നു ഞങ്ങൾ പകലൂലായിരുന്നു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് രാത്രി 9 മണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. രാത്രി 10-9 മണിക്ക് പോയിട്ട് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടു. അതാണ്. അതോടൊപ്പം ഇവരുടെ കൂടെ ഡാൻസ് കളിച്ചൊരു സാറുണ്ട്. ഈ സാറ് ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ. ഞങ്ങളുടെ തൃശ്ശൂരിന്റെ സന്തോഷം ഡാൻസ് ലൈഫിൽ എന്താ ചെയ്യുക, ഞങ്ങൾ അത്രമാത്രം സന്തോഷമുള്ളതാണ്. ആനന്ദ നൃത്തമാണ്. കാരണം കഴിഞ്ഞ 25 വർഷമായി ഞങ്ങളുടെ കാത്തിരിപ്പാണിത്. ആ കാത്തിരിപ്പിനാണ് ഞങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള. അനസ് ബാബു, ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഓക്കെ. അപ്പം എന്താണെങ്കിലും അധ്യാപകൻ എന്ന നിലയിൽ ഈ അധ്യാപകർക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇതിലൊരു വലിയ പങ്കുണ്ട്. അവർക്ക് വലിയ കൈയടി കൊടുത്തേ പറ്റുള്ളൂ.